ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റോസ് പ്ലാന്റ്സ് നല്ല പോലെ പൂക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു ഫെർട്ടിലൈസറാണ് കാണാൻ പോകുന്നത്. ഇത് എല്ലാവരുടെയും വീടുകളിൽ അടുക്കളയിലുള്ള ഒരു സാധനം തന്നെയാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ പനിനീർ റോസ് ഇതുപോലെ പൂക്കണമെങ്കിൽ നമ്മുടെ ഈ സോയിലെന്ന് പറയുന്നത് അസിഡിക് ആയിരിക്കണം. അസിഡിക് സോയിലിൽ മാത്രമേ റോസ് ചെടികൾ വളരത്തുള്ളൂ. റോസ് ചെടികൾക്ക് പൊതുവേ പറയുന്നതാണ് അസിഡോഫിലിക് പ്ലാന്റ്സ് എന്നാണ് നമ്മുടെ റോസസിനെയൊക്കെ പറയുന്നത്. കാരണം അസിഡിക് സോയിലാണ് ഈ ചെടികൾ ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ മണ്ണിന് അസിഡിറ്റി കുറവാണെങ്കിൽ റോസ് ചെടികൾ പിടിച്ച് കിട്ടാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നമ്മുടെ റോസ് ചെടിയൊക്കെ അസിഡിറ്റി കുറവുള്ള മണ്ണിന് പറ്റിയൊരു ഫെർട്ടിലൈസറാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. നല്ലതുപോലെ അസിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് 5ന് മുകളിലൊക്കെ ഒരു അസിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ റോസ് ചെടികൾ നല്ല രീതിയിൽ പോകത്തുള്ളൂ. അതുപോലെ തന്നെ നല്ല ബഞ്ചായിട്ട് വളരണമെങ്കിലും മണ്ണിൽ ഒഴിച്ചു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ റോസാ ചെടികൾ ഇഷ്ടമുള്ളവരും നിങ്ങൾ എങ്ങനെയൊക്കെയാണ് റോസ് ചെടികളെ കെയർ ചെയ്യുന്നതെന്നും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇത് കണ്ടില്ലേ, ഇത് നല്ല കൊലയായിട്ട് പൂത്ത് നിൽക്കുന്ന പനിനീർ റോസാണ്. പനിനീർ റോസിന് പല പേരുകളുണ്ട്. എഡ്വേർഡ് റോസ് എന്നൊക്കെ പറയും. അതുതന്നെയാണ് ഇത് നല്ല രീതിയിൽ നിൽക്കുകയാണ്. ഇതിന് മെയിനായിട്ട് വേണ്ടത് നല്ല സൂര്യപ്രകാശം വേണം. നമ്മൾ വെക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ നല്ല പോലെ സൂര്യപ്രകാശം കിട്ടണം. അതായത് ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്തെ നമ്മൾ റോസ് വെക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ അത് പിടിച്ച് കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് ഈ എപ്പോഴും ഇലകൾ മുകൾ വശവും താഴ്വശവും നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. കാരണം ചില തരത്തിലുള്ള ചിലന്തികൾ, ചില ഇൻസെക്റ്റുകൾ വന്ന് ഇതിൻ്റെ നീരൂറ്റി കുടിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഒരു ബൈറ്റ് മതി, ഇൻസെക്റ്റിൻ്റെയൊക്കെ ഒരു കടി മതി, നമ്മുടെ ഈ ചെടി കംപ്ലീറ്റ് ആയിട്ട് പതുക്കെ കറുത്ത് ഉണങ്ങി താഴെ വരെ കറുത്തങ്ങ് പോകും. അപ്പോൾ അത് എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യണം. എന്തെങ്കിലും ജീവികളോ എന്തെങ്കിലും ഇലപ്പുള്ളി രോഗമോ എന്തെങ്കിലും നമ്മൾ റോസിന് വരുന്നുണ്ടോ. അന്നേരം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീക്ക്ലി വൺസ് എന്ന നിലയിൽ നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് റോസിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഞാനൊരു റോസ് ഗാർഡൻ, ഒരു റോസ് നഴ്സറിയിൽ പോയപ്പം കിട്ടിയതാണ്. അതായത് അവിടെ ഒത്തിരി പനിനീർ റോസ്, ഇതൊക്കെ പനിനീർ റോസിൻ്റെ ഒരു ബാഗിൽ അവരിങ്ങനെ നട്ടു വെച്ചിരിക്കുകയാണ്. ഇത് കമ്പ് മുറിച്ചാണ് ഇവർ, മദർ പ്ലാന്റിൽ നിന്നാണ് മുറിച്ചാണ് ഇവർ ഇതുപോലത്തെ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോഴും ഞാൻ എങ്ങനെയാണ് ഇത് കമ്പ് മുറിച്ച് നമ്മൾ തൈകൾ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ കുറേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾ കണ്ടു നോക്കുക. ആ രീതിയിൽ നമുക്ക് റോസിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുത്തേക്കും. കണ്ടോ, ഇതിൻ്റെയൊക്കെ നമ്മൾ കമ്പിങ്ങനെ മുറിച്ച് എടുത്തേക്കുകയാണ്. കണ്ടാൽ തന്നെ മനസ്സിലാകും. അത് നമ്മൾ നട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റോസ് ചെടികളുണ്ടാകും. പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി തേച്ച് കൊടുക്കണം. മഞ്ഞൾപ്പൊടി തേച്ച് കൊടുക്കുന്നത് ഒരു നല്ല എഫക്റ്റീവ് ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ഫംഗൽ, അതുപോലെ മറ്റ് വൈറൽ ഇൻഫെക്ഷൻസ് ഒന്നും നമ്മുടെ ഈ റോസ് ചെടികൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി തേച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ റോസ് ചെടികൾ സാധാരണ ഉണ്ടാകാറുള്ള ഡൈബാക്ക് ഡിസീസും വരാതിരിക്കാൻ നമുക്ക് മഞ്ഞൾപ്പൊടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒത്തിരി നല്ല. കാരണം കുറേ പേര് പറഞ്ഞിട്ടുണ്ട് റോസ് മണ്ടയിൽ നിന്നേ കറുത്ത് താഴേക്ക് പോവുകയാണെന്ന്. കാരണം ഒരു പൂ വന്നതിന് ശേഷം നമ്മളത് കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ ആ കട്ട് ചെയ്യുന്ന ഭാഗത്തു നിന്ന് താഴേക്ക് കറുത്ത് വരും. അതിനാണ് നമ്മൾ കറുത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി അവിടെ തേച്ച് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സാഫും ഒരു ആൻറ്റി ഫംഗൽ പൗഡറാണ്. അത് കുറച്ച് വെള്ളത്തിലൊന്ന് ചാലിച്ചതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ സാഫ് വെള്ളത്തിൽ കലക്കി ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് റോസ് ചെടികൾക്ക് ഈ ഒരുമാതിരിപ്പെട്ട രോഗങ്ങൾ വരാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നല്ലൊരു ഫെർട്ടിലൈസറാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ റോസ് ചെടികളുടെ മണ്ണ് നമ്മൾ നല്ലൊരു അതിന് അനുയോജ്യമാക്കി മാറ്റുകയാണ്. അതായത് മണ്ണ് നല്ലപോലെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ സഹായിക്കത്തക്ക രീതിയിലുള്ള മണ്ണ് ആക്കിയെടുക്കുക. അതായത് അസിഡിക് സോയിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, 1 ഗ്ലാസ് വെള്ളം നമ്മൾ എടുക്കുക. അതിലേക്ക് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരുപാട് വിനാഗിരി നമ്മൾ വെള്ളത്തിൽ ഒഴിക്കാൻ പാടില്ല. കാരണം ചെടി പെട്ടെന്ന് തന്നെ
കരിഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ വിനാഗിരി ഒരു ഹെർബിസൈഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ അസിഡിക് സോയിലാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 1-2 ഡ്രോപ്സ് വിനാഗിരി മാത്രമേ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒഴിക്കാവൂ. ഓക്കെ, അതിനുശേഷം നമ്മൾ വേരിൻ്റെ അടുത്തുനിന്ന് സ്വല്പം മാറ്റി വേണം നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ടൈം എന്ന് പറഞ്ഞാൽ വൈകിട്ട് 5 മണിക്ക് ശേഷം മാത്രം ഒഴിക്കുക. നിങ്ങൾക്ക് ഏത് വിനാഗിരി വേണമെങ്കിലും ഇതിന് ഒഴിക്കാം കേട്ടോ. ഒന്നുകിൽ നമ്മുടെ സിന്തറ്റിക് വിനെഗറോ അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനെഗറോ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 1-2 ഡ്രോപ്സ് വിനാഗിരി മാത്രമേ നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ. ഒരുപാട് ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇപ്പോൾ ഞാൻ ഒഴിക്കുന്ന ഇച്ചിരി കൂടിപ്പോയി, അത്രയും പാടില്ല. 1-2 ഡ്രോപ്സ് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. പിന്നെ ഈ ഒരു വിനാഗിരിക്കകത്ത് യാതൊരു തരത്തിലുള്ള ന്യൂട്രിയൻസും അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് റോസ് ചെടിയുടെ മണ്ണിൽ ഒഴിച്ചതിന് ശേഷം എല്ലാ 4, 5, 6 ആഴ്ച കൂടി ഇരിക്കുമ്പോഴേക്കും നമ്മൾ ഫെർട്ടിലൈസ് ചെയ്യേണ്ടതാണ്. അതായത് മണ്ണിൽ ഇട്ട് കൊടുക്കും. ഒന്നുകിൽ നിങ്ങൾക്ക് ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കാം. പച്ചച്ചാണകം വെള്ളത്തിൽ കലക്കി നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം. ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മുട്ടയുടെ തോട് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നല്ല ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സാണ്. അതുപോലെ തന്നെ നമ്മുടെ യൂസ്ഡ് ടീ ബാഗ്സ് ഒക്കെ മണ്ണിൽ ഇട്ട് കൊടുക്കുന്നത് മൂലം നമ്മുടെ റോസ് ചെടികൾ നല്ല രീതിയിൽ വളർന്നു വരുന്നതാണ്. മുട്ടയുടെ തോട് നമ്മൾ ഇട്ട് കൊടുക്കാൻ നേരം നമ്മൾ പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യം, നല്ലപോലെ പൊടിച്ച് അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്ത് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. മുട്ടയുടെ തോടിൽ നിന്ന് ചെടികൾക്ക് നല്ലപോലെ ചെടിയെ നല്ല സ്ട്രോങ് ആക്കാനും അതുപോലെ തന്നെ ഒരുമാതിരിപ്പെട്ട ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാനും നമ്മുടെ റോസ് ചെടികളെ സഹായിക്കുന്നതാണ് മുട്ടയുടെ തോട്. അതുപോലെ തന്നെ നമ്മുടെ പഴത്തിൻ്റെ തൊലി കൊണ്ടുള്ള ഫെർട്ടിലൈസേഴ്സും നമ്മുടെ റോസ് ചെടികൾക്ക് ഒത്തിരി നല്ലതാണ്. വേറെ ഫെർട്ടിലൈസർ ഒന്നും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. റോസ് ചെടികൾ കൊലയായിട്ട് പൂത്ത് നല്ല രീതിയിൽ ബുഷായിട്ട് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റോസ് ചെടി കണ്ടാൽ മനസ്സിലാകും, ഒത്തിരി ഒരു കാട് പോലെയാണ് ഈ റോസിൻ്റെ ഇത് നിൽക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് റോസ് ചെടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫെർട്ടിലൈസറാണ് മഗ്നീഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ നമ്മുടെ എപ്സം സോൾട്ട് എന്ന് പറയും. അത് നമ്മുടെ ഉപ്പിൻ്റെയൊക്കെ ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് പോലെ ഇരിക്കും. അത് അല്ലെങ്കിൽ പഞ്ചസാര തരികൾ പോലെ ഇരിക്കും. അതാണ് എപ്സം സോൾട്ട്. എപ്സം സോൾട്ട് മാസത്തിലൊരിക്കൽ നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി 1 ടീസ്പൂൺ കലക്കിയതിന് ശേഷം നമ്മൾ റോസ് ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ റോസ് ചെടികൾ നല്ല രീതിയിൽ ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇത്രയും ഒരു പാക്കിന് ഏകദേശം 60 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് കുറേ നാളത്തേക്ക് നമ്മുടെ റോസ് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ വളരെ നല്ലതാണ് ഈ മഗ്നീഷ്യം സൾഫേറ്റ്. ഇത് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് റോസ് ചെടികളുടെ വേരിൽ നിന്ന് പെട്ടെന്ന് തന്നെ അതിന് ന്യൂട്രിയൻസിന് അബ്സോർബ് ചെയ്തെടുക്കാനും അതിൻ്റെ ഇലകൾക്കൊക്കെ ഒരു നല്ല പച്ച നിറവും അതുപോലെ ഉണ്ടാകുന്ന പൂക്കൾ നല്ല വലിപ്പമുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കൾ ഉണ്ടായി വരും. ഇതിൽ നിന്ന് നമുക്ക് കമ്പ് മുറിച്ചെടുത്ത് നമുക്ക് നട്ടുവെക്കാൻ പറ്റും. ഇത് കണ്ട്, ഇതിപ്പോൾ ഒരു കട്ട് ചെയ്തെടുത്ത ഒരു കമ്പാണ്. ഇത് നമ്മൾ വേറെ റൂട്ടിംഗ് ഹോർമോണായിട്ട് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും തേനും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ കമ്പ് നമ്മൾ മുക്കി വെച്ചാൽ മതി. വളരെ ഈസി ആയിട്ട് തന്നെ വേര് വരുന്നത് കാണാൻ സാധിക്കും. നമ്മൾ നടുന്നതിന് മുൻപ് ഈ ഒരു എക്സ്ട്രാ ഉള്ള ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. വലിച്ചു പറിച്ച് കളയാതെ ജസ്റ്റ് സിസർ ഉപയോഗിച്ച് തന്നെ കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നട്ടാൽ മതി. ഞാനിപ്പോൾ നിങ്ങൾക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം കാണിക്കാമേ. ഇത് 2 പട്ടിക്കുട്ടികളാണ്. സാധാരണയായിട്ട് 2 രണ്ടായിട്ടാണ് വരാറുള്ളത്, ഒരുമിച്ച് വരാറില്ല. അന്നേരം ഒറ്റയ്ക്ക് വരുമ്പോഴെപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വന്നതാണ്. അന്നേരം ഇത് ഇങ്ങനെ കളിക്കുകയാണ്. നമുക്കറിയത്തില്ല ഇത് എന്തുവാ, വഴക്കുണ്ടാക്കുകയാണോ അതോ സ്നേഹം കാണിക്കുകയാണെന്ന്. നിങ്ങൾ കണ്ടിട്ട് പറയുക, ഇത് ഈ പട്ടിക്കുട്ടികൾ സ്നേഹിക്കുകയാണോ അതോ വഴക്കുണ്ടാക്കുകയാണോ എന്നറിയത്തില്ല. എന്തായാലും ഈ വലിയ പട്ടി കുഞ്ഞു പട്ടിയെ നല്ലതുപോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്തുവാണെന്നൊന്നും മനസ്സിലായില്ല. എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ കാണിച്ചു തരാം. രണ്ടും കൂടെ അടി ഉണ്ടാക്കുകയാണ്. രണ്ടുപേരും കുറേ നേരമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടെങ്കിൽ ഇത് എന്താണെന്ന് മനസ്സിലായി. നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക എന്താണെന്ന്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. പിന്നെ ലിൻസീസ് ലിങ്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.